മുപ്പത്താറും പറ്റി വചനങ്ങളിൽ പറഞ്ഞു. ആദരണീയമായി റസക്ക് ആദരണീയമായി പടുത്തുയർത്തപ്പെടുന്നതിനും, ഖുർആൻ ബാക്കിയാണ്, അതുപോലെ പറഞ്ഞു. ആദരണീയമായി പടുത്തു. നിങ്ങൾ ഉംറയ്ക്ക് പോയില്ലേ, കഅബ ശരീഫിലും പോയി, മദീനയിലും പോയില്ലേ എന്ന പോലെ. അപ്പൊ ആദരണീയമായി പടുത്തുയർത്തപ്പെട്ടതാണ് കഅബ ശരീഫ് അല്ലേ. എന്നപോലെ റസൂലുള്ളാ മദീനയിലും റസൂലുള്ളാഹിന്റെ മക്കാം അവിടെ പള്ളിയുണ്ടാകും. ആദരണീയമായി പടുത്തുയർത്തപ്പെടുന്നതിനും ഖുർആൻ പറയാം. അതിൽ തൻ്റെ നാമം, അള്ളാഹുവിന്റെ നാമം സ്മരിക്കപ്പെടുന്നതിനും അള്ളാഹു തലവിട്ടിട്ടുള്ള ചില മന്ദിരങ്ങളിൽ കാണപ്പെടുന്നവരത്രേ. ആര്? എല്ലാ മന്ദിരങ്ങളിലില്ല, ചില മന്ദിരങ്ങളിൽ കാണപ്പെടുന്നവരത്രേ. ആരാമത്? അള്ളാഹുവിന്റെ പ്രകാശത്തിലേക്ക് മാർഗദർശനം ലഭിച്ചവർ. അപ്പൊ പിന്നെ മറ്റുള്ള മക്കാമുകളിൽ പോയില്ല. അല്ല, അവര് നമുക്ക് കുട്ടികൾക്ക് ആർക്കെങ്കിലും കാണിച്ചോ അറിയിച്ചോ തന്നിട്ടുണ്ടെങ്കിൽ, എന്താണ് യാഥാർത്ഥ്യം തന്നിട്ടുണ്ടെങ്കിൽ ആ പ്രകാശമാണ് അവർ. അവിടെ പോവാം നമുക്ക്. അവര് ഞാൻ പറഞ്ഞ മതി, ഞാൻ ഈ ശരീരത്തെ വിടിഞ്ഞാൽ ഇവിടെ പോകുന്ന പറഞ്ഞ പോലെ ഇവിടെ പോകുന്ന ശരീരം മണ്ണിനും പ്രകാശമായ പ്രപഞ്ച സ്വരൂപമാണല്ലോ ഞാൻ ഈ ചെറിയ സ്വരൂപത്തിലേക്ക് പുനർജനിച്ചത്. എൻ്റെ മാതാവും പിതാവും ഇതാണ്. മാതാവ് ഭൂമിയാണ് എൻ്റെ. ആദ്യം മനുഷ്യനായിരുന്നു, ഒരു ഉമ്മ ഉണ്ടായിരുന്നോ പേരില്. ഇപ്പം പിന്നെ അത് മറ്റേ സമാധിയായി മരിച്ചതിന് ശേഷം പിന്നെ ഞാൻ പ്രകാശമായതിനു ശേഷം ആ പ്രകാശമായ ഞാൻ തന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയ എൻ്റെ മാതാവ് ഗർഭഭൂമിയാണ് അല്ലേ. ഇലാഹ് ശിവനും ആ എൻ്റെ ശരീരത്തിന്റെ ഉള്ളിലെ ഗർഭത്തിലേക്ക് തന്നെ പ്രകാശമായ ഞാൻ ബീജമായി ഇറങ്ങി വന്നുകൊണ്ട് ഞാൻ പുനർജനിച്ച ഈ എൻ്റെ മാതാവ് ആരാണ്? ഭൂമിയാണ്. പിതാവ് അതുമാണ്. അതാണ് യേശു പറഞ്ഞത്, ദൈവപുത്രൻ. പിതാവും പുത്രനാണ്, ദൈവത്തിൻ്റെ പുത്രനാണ് ഞാൻ. ഈ മാതാവും പിതാവും പുത്രനാണ്. അപ്പൊ ഞാൻ തിരിച്ച് ഈ ശരീരത്തെ പിടിച്ചാൽ ഞാൻ എവിടെ പോവാ? ശരീരം ഇതിലേക്കും എൻ്റെ പൂർവ്വ ആദ്യ സ്വരൂപത്തിലേക്ക് തന്നെ തിരിക്കുക. ഇലാഹിലേക്ക് തന്നെ, ശിവനിലേക്ക് തന്നെ തിരിച്ച് ഞാൻ അവിടെ ഇരിക്കും. ഞാൻ നിങ്ങൾക്കെല്ലാം യാഥാർത്ഥ്യത്തെ വിശദമാക്കി സൃഷ്ടിച്ചുണ്ടാക്കി കാണിച്ചും അറിയിച്ചും തന്നു നിങ്ങളെ പ്രകാശിപ്പിക്കാൻ വേണ്ടി. നിങ്ങൾ പ്രകാശിപ്പിച്ച് നിങ്ങളെ ഈ യാഥാർത്ഥമായി പുനർജനിച്ചിരിക്കുക. ഇതിനെ നിങ്ങളിലൂടെ പുനർജനിപ്പിച്ചെടുക്കുക. അതാണ് ഉപനിഷത്തുകളുമൊക്കെ പറയുന്നത്. ഗീതയും പറഞ്ഞു, യഥാ യഥാ ഹി ധർമ്മസ്യ, ലോകം മലിനമാകുമ്പോഴും അന്ധകാരത്തിലേക്ക് അജ്ഞാതയിൽ പോകുമ്പോഴൊക്കെ അവതരിച്ചുകൊണ്ടേയിരിക്കും ദൈവം. അതാണ് ഇവിടെ അവതരിച്ചിട്ടുള്ളത്. അല്ലാതെ ഇവിടെ നിങ്ങൾ വിളിക്കുന്ന ഭാവയാ മറ്റോ മറിച്ചോ ഒന്നല്ല, പ്രപഞ്ചനാഥൻ തന്നെയാണ്. ഞാൻ അതിലേക്ക് തന്നെ ചെയ്തു. 36 പറ്റി വചനങ്ങളിൽ പറഞ്ഞു. ആദരണീയമായി റസക്ക് ആദരണീയമായി പടുത്തുയർത്തപ്പെടുന്നതിനും, ഖുർആൻ ബാക്കിയാണ്, അതുപോലെ പറഞ്ഞു.